ചിറയൻകീഴ് താലൂക്കിലെ പിരപ്പമൻകാട്. ഒരിക്കൽ ഇവിടെ നിശബ്ദത മാത്രമായിരുന്നു. നെൽപ്പാടങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടു, വെള്ളം വഴിമാറി, മണ്ണ് വരണ്ടു. കാറ്റ് വീശിയെങ്കിലും വിളവില്ലായിരുന്നു. പാതകൾ ഉണ്ടായിരുന്നെങ്കിലും കർഷകരില്ലായിരുന്നു. കാലം കടന്നുപോയി. ഈ നിലം മറന്നുപോയതുപോലെ തോന്നി. പച്ചനിറം മങ്ങിയപ്പോൾ ഇവിടെ ഓർമ്മകൾ മാത്രം ശേഷിച്ചു. എന്നാൽ മണ്ണിന് ഓർമ്മയുണ്ട്. മണ്ണ് കാത്തിരിക്കുന്നു. ഒരു ദിവസം തീരുമാനമെടുത്തു, ഈ നിലം വീണ്ടും പച്ചയാക്കാം. കൈകളൊന്നായി, ഹൃദയങ്ങളൊന്നായി. വെള്ളച്ചാലുകൾ ശുദ്ധമാക്കി, കെട്ടുകൾ പുനർനിർമ്മിച്ചു. വിത്തുകൾ വീണ്ടും മണ്ണിൽ തൊട്ടു. നാളുകളായി ഉറങ്ങിയിരുന്ന ഭൂമി മറുപടി പറഞ്ഞു. പിരപ്പമൻകാട് പാടശേഖര സമിതി, സൗഹൃദ സംഘം, സഹകരിച്ച ഓരോ വ്യക്തിയും ഇതൊരു കൃഷിപ്രവർത്തനം മാത്രമല്ലായിരുന്നു, ഇത് തിരിച്ചുവരവായിരുന്നു. വരണ്ട മണ്ണിൽ വീണ്ടും നനവ് വന്നു. ശൂന്യമായ നിലത്തിൽ വീണ്ടും പച്ച നിറഞ്ഞു. ഉപേക്ഷിക്കപ്പെട്ട പാടം ഇപ്പോൾ പ്രതീക്ഷയുടെ വയലായി മാറി. പ്രഭാതം തെളിയുന്നു. മഞ്ഞുതുള്ളികൾ ഇനിയും നെൽക്കതിരുകളിൽ നിൽക്കുന്നു. പച്ചപ്പിനിടയിൽ ഒരു പ്രത്യേക സജ്ജീകരണം തുടങ്ങുന്നു. ചെണ്ടയുടെ ആദ്യമെടുപ്പ് പ്രഭാത നിശബ്ദത ചീന്തി ഉയരുന്നു. മുഖത്ത് നിറങ്ങൾ വരയ്ക്കുന്നു. ഓരോ രേഖയും ഒരു പാരമ്പര്യം, ഓരോ അലങ്കാരവും ഒരു ദൈവസ്മരണം. മനുഷ്യൻ പതിയെ മാറുന്നു. ശ്വാസം ഗംഭീരമാകുന്നു. നോട്ടം ഉറപ്പാകുന്നു. ഇത് വേഷമാറ്റമല്ല, ഇത് ദൈവിക രൂപാന്തരം. വടക്കൻ കേരളത്തിന്റെ കാർഷിക ദേവതയായ കുഞ്ഞാർകുരത്തി ഈ പച്ചപ്പിനിടയിൽ പ്രഭാതത്തിന്റെ വെളിച്ചത്തിൽ പാടശേഖരത്തിലേക്ക് ഇറങ്ങുന്നു. ചെണ്ടയുടെ നാദം ശക്തമാക്കി. മണ്ണ് അനുഗ്രഹം തേടുന്നു. ജനങ്ങൾ കൈകൂപ്പി നിൽക്കുന്നു. പ്രഭാതത്തിന്റെ വെളിച്ചത്തിൽ ഒരു രൂപം പതുക്കെ മുന്നോട്ട് നീങ്ങുന്നു. അത് മനുഷ്യനല്ലേ, അത് ദേവതയുടെ സാന്നിധ്യം. കുഞ്ഞാർകുരത്തി പവാടശേഖരത്തിന്റെ നടുവിലെത്തുന്നു. അലങ്കാരത്തിന്റെ തിളക്കം സൂര്യപ്രകാശത്തിൽ ജ്വലിക്കുന്നു. കണ്ണുകളുടെ തീക്ഷ്ണത മണ്ണിനെ തൊടുന്നു. ഓരോ ചുവടും ശക്തം, ഓരോ ചലനവും അർത്ഥവത്താണ്. ഇതൊരു കലാരൂപമല്ല മാത്രം, ഇത് ഭൂമിയുമായുള്ള സംഭാഷണം. പച്ചയായ വയലുകൾക്കിടയിൽ ദേവത ചുറ്റി നടന്ന് അനുഗ്രഹം നൽകുന്നു. കർഷകരുടെ കണ്ണുകളിൽ ഭക്തി, കുട്ടികളുടെ മുഖങ്ങളിൽ അത്ഭുതം. ഒരു കാലത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലം ഇന്ന് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നു. ഇതൊരു പ്രകടനമല്ല, ഇത് വിശ്വാസത്തിന്റെ ഉണർവ്. മണ്ണും മനുഷ്യനും ദേവതയുടെ മുമ്പിൽ ഒന്നാകുന്ന നിമിഷം. ദേവത പാടത്തിന്റെ നടുവിലൂടെ നടന്നു കടക്കുന്നു. നെൽക്കതിരുകൾ മൃദുവായി കുലുങ്ങുന്നു. മണ്ണ് വീണ്ടും സ്പന്ദിക്കുന്നു. ഒരു കാലത്ത് ശൂന്യമായിരുന്ന ഈ നിലം ഇന്ന് അനുഗ്രഹം സ്വീകരിക്കുന്നു. കുഞ്ഞാർകുരത്തി കർഷകരുടെ മുന്നിൽ നിൽക്കുന്നു. കൈകൾ ഉയരുന്നു. പ്രാർത്ഥനകൾ നിശബ്ദമായി ഉയരുന്നു. ഈ അനുഗ്രഹം വിളവിനായുള്ളത് മാത്രമല്ല, ഈ അനുഗ്രഹം ഐക്യത്തിനുള്ളത്, ശ്രമത്തിനുള്ളത്, വിശ്വാസത്തിനുള്ളത്. പാടം വീണ്ടും ജീവിച്ചു. ജനങ്ങൾ വീണ്ടും ഒന്നായി. പാരമ്പര്യം വീണ്ടും നിലനിന്നു, മണിച്ചു. സംസ്കാരം തെയ്യത്തിലൂടെ പുനർജനിച്ചു. ഇതൊരു ചടങ്ങ് മാത്രമല്ല, ഇത് തിരിച്ചുപിടിച്ച ആത്മവിശ്വാസം. പിരപ്പമൻകാട് ഇന്ന് പറയുന്നത് ഒരു സന്ദേശം. ഭൂമിയെ സംരക്ഷിച്ചാൽ ഭൂമി നമ്മെ സംരക്ഷിക്കും. പ്രഭാതത്തിന്റെ വെളിച്ചം പാടത്തെ മുഴുവൻ മൂടുന്നു. ദേവത മടങ്ങുന്നു. ചെണ്ടയുടെ നാദം പതുക്കെ മങ്ങുന്നു. പക്ഷേ അനുഗ്രഹം ഇവിടെ തന്നെ തുടരുന്നു. പിരപ്പമൻകാട് ഇനിയൊരു സ്ഥലമല്ല, ഇതൊരു മാതൃക. ഉപേക്ഷിക്കപ്പെട്ട നിലം ഇന്ന് പ്രതീക്ഷയുടെ അടയാളം. കൃഷി ഇവിടെ വീണ്ടും ജീവിച്ചു. സംസ്കാരം ഇവിടെ വീണ്ടും നിലനിന്നു. മണ്ണിനോടുള്ള സ്നേഹം മനുഷ്യരെ ഒന്നാക്കി. ഇന്നത്തെ ഈ പച്ചപ്പിന് പിന്നിൽ ശ്രമമുണ്ട്, ഐക്യമുണ്ട്, വിശ്വാസമുണ്ട്. പിരപ്പമൻകാട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നാം ഭൂമിയോട് ചേർന്നാൽ ഭൂമി നമ്മെ ഉയർത്തും. ഇത് അവസാനമല്ല, ഇത് തുടക്കം.